ഓൾ ഇന്ന് നമ്മളെ ഗെയിമിലുള്ള ഒരു 1988 മോഡൽ ഒരു സിമ്പിൾ മെഷീനാണ്. യമഹ RX100 ആണ്. അപ്പം RX100 ഒക്കെ ശരിക്കും കോമൺ ആണ്. പക്ഷേ ഈ ഒരു വണ്ടി കാണിക്കാൻ വേണ്ടി കൊണ്ടുവരാനുള്ള കാരണം ഇതിലുള്ള ഭൂരിഭാഗം സ്പെയർസും ഒറിജിനൽ സ്പെയർസ് തന്നെയാണ്. ഒരു 88 വന്ന ഒരുവിധം സ്പെയർസ് കംപ്ലീറ്റ് ഇതിൻ്റെ അകത്ത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കാനുള്ള കാരണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു 1988 മോഡൽ വണ്ടിയാണ്. 89ലാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കോഴിക്കോടിലെ ലാസ്റ്റ് 3 ഡിജിറ്റ് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. KZ ആണ്. ഇതിപ്പോൾ എൻ്റെ കൈമേൽ കിട്ടിയിട്ട് വളരെ കുറച്ച് സമയമായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സ്പേസും ഇതിൻ്റെ മുകളിലുള്ളത് ഒറിജിനലാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ ഷേപ്പിൽ ഇപ്പം യമഹ ആണെങ്കിൽ ഷേപ്പ് വേണം വണ്ടിക്ക് നല്ല. അപ്പോൾ ആ ഷേപ്പിൽ ഏറ്റവും കൂടുതൽ വണ്ടീനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടും ബാക്കും മഡ് ഗാർഡ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് മഡ് ഗാർഡ് ഒറിജിനൽ ഫ്രണ്ട് മഡ് ഗാർഡാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ റിമ്മ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടും ബാക്കിലും ഒറിജിനൽ RX100 വന്ന ശാന്താറിൻ്റെ യമഹ RX100 എന്നൊക്കെ പഞ്ചായിട്ടുള്ള ഒറിജിനൽ റിമ്മാണ് ഈ ഒരു വണ്ടിക്ക് ഫ്രണ്ടിലും ബാക്കിലും ഉള്ളത്. അതുപോലെ ഇതിൻ്റെ ഒറിജിനൽ നമ്പർ പ്ലേറ്റ് നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. സാധാരണ 100-നുള്ളൊരു ടൈപ്പല്ല, ഇത് കമ്പനി വന്നൊരു ടൈപ്പ് നമ്പർ പ്ലേറ്റാണ് വണ്ടിക്കുള്ളത്. അതുപോലെ ഹെഡ്ലൈറ്റ് സ്റ്റേ രണ്ടും ഒറിജിനലാണ്. ഇനി മീറ്റർ ക്ലസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ പൈലറ്റ് ലാമ്പ് രണ്ട് ഒറിജിനലാണ്. അതുപോലെ തന്നെ കമ്പനി വന്ന രാജ്ദൂതിൻ്റെ മീറ്റർ ഉണ്ട് വണ്ടിയുടെ മുകളിൽ. അതിലുള്ള കിലോമീറ്റർ ജെനുവിൻ ഒറിജിനൽ കിലോമീറ്ററാണ് ഇപ്പോൾ വണ്ടിയിൽ കാണിക്കുന്നത്. 57,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഇത് ജെനുവിൻ കിലോമീറ്ററാണ്. വണ്ടിയിൽ ഇപ്പോഴും ഉള്ളത് നിക്കോയുടെ ഒറിജിനൽ ഹോണാണ്. ഹോണിൻ്റെ സൗണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഒറിജിനൽ ഹോണാണ് ഇപ്പോഴും വണ്ടിയിലുള്ളത്. കുറച്ച് റേറാണ്. ഇപ്പോൾ അധികം വണ്ടികളിലൊന്നും അങ്ങനെ ഒറിജിനൽ ഹോണ് കാണാറില്ല. ഓക്കെ അല്ലേ? ഒറിജിനൽ ക്രാഷ് ഗാർഡാണ് വണ്ടിയിലുള്ളത്. ചെറിയൊരു ടൈപ്പ് ബട്ടർഫ്ലൈ ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ ആഫ്റ്റർ മാർക്കറ്റ് ചെറിയ ക്രാഷ് ഗാർഡൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ എന്നാലും ഇതിൻ്റെ ഒരു ഷേപ്പ് വേറെ തന്നെയാണ്. വളരെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ക്രാഷ് ഗാർഡാണ്. കമ്പനി വന്ന ക്രാഷ് ഗാർഡാണ് ഇപ്പോഴും ഇതിലുള്ളത്. അതുപോലെ തന്നെ 6 ഓൾ സൈലൻസർ ഉണ്ട്. ഒറിജിനൽ 6 ഓൾ സൈലൻസറാണ്. അധികം ഡെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ 6 ഓൾ സൈലൻസർ ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ചുള്ളത് ഒരു ഫുൾ ഫിൽറ്ററാണ്. കട്ട് ചെയ്ത ഫിൽറ്ററല്ല, ഫുൾ ഫിൽറ്ററാണ്. അതുകൊണ്ട് ഒരു പതിഞ്ഞ രസമുള്ളൊരു സൗണ്ടാണ് വരുന്നത്.